ഈ തുണിയൊക്കെ നമ്മൾ തിരുമ്പിയിട്ട് നമ്മളിങ്ങനെ അഴയിലിടും, തുണി കഴുകിയിട്ട് നമ്മളിങ്ങനെ അഴയിലിടില്ലേ, അതിനെന്താ പറയാ? അയക്ക്. ആറിട്ടിടുന്ന തുണീനെ ആറിട്ടിടുന്ന. ആറിട്ടിട്. അതിങ്ങനെ നിങ്ങളിങ്ങനെ അങ്ങനല്ല, അയലിടുന്നതിനെ പറയുന്നത് ആറിട്ടിടുന്ന. അതെന്താ ആറ് എന്ന് പറയണത്? ആറെന്ന് ഓൾറെഡി ആറിട്ടിടുന്ന പറഞ്ഞാല് അലക്കിട്ട് അയക്കലിട്ടിട്ടാകുമ്പോ സൂര്യന്റെ പ്രകാശം കൊള്ളുന്നില്ലേ, അപ്പൊ വെള്ളം ആറുന്നില്ലേ? നമ്മൾ ആറിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓൾറെഡി അത് കഴിഞ്ഞു, എന്നിട്ട് ഇടുകയെന്നാണ് ഇപ്പൊ പറയേണ്ട അർത്ഥം. അതെയാ, നമ്മളാണ് ഇങ്ങനെ പറയും. പക്ഷെ നമ്മുടെ തൃശ്ശൂര് തോരയിടാന്ന് പറയും. തോരയിടുന്ന തുണി തോരയിട, തോരാൻ ഇടുക. നമ്മളവിടെ തോരയില്ലെന്ന് കറി വെക്കുന്ന സാധനം. ഇങ്ങനത്തെ പാത്രല്ലേ, ബൗൾ. കുണ്ടം പാത്രം. അതെ, പിന്നെന്താ പറയല്ലേ, അങ്ങനത്തെ കുണ്ടം പാത്രത്തിലല്ലേ. ഞാൻ ചിരിച്ചിട്ടില്ല കേട്ടോ. എന്താ വിളിച്ചത്? പറഞ്ഞു. കുണ്ടം പാത്രം. കുണ്ടുള്ള പാത്രം. കുണ്ടുള്ള പാത്രം, ആ പാത്രം അതല്ലേ ഞങ്ങൾ ഡെവറ എന്ന് പറയും തൃശ്ശൂര്. ഡെവറ. ഇപ്പൊ ഇറങ്ങാ ദസറ എന്ന് പറഞ്ഞ പോലെ ഡവറ. ദസറ എന്ന് പറഞ്ഞാൽ അറിയോ? ദസറ എന്ന് പറഞ്ഞാൽ പൂരത്തിനും പോലത്തെ ദസറ എന്ന് പറയുന്നത്. അല്ല. എന്ത് മാംഗ്ലൂർ ദസറ എന്ന് പറഞ്ഞ ഉത്സവം. അത് പൂരം. ഞങ്ങൾ ഈ തൃശ്ശൂരാര് പൂരം എന്ന് പറയും. അതിനെന്താ പറയല്? അല്ല, അതിന് നിങ്ങൾ ദസറ എന്ന് പറയുന്നത് എനിക്ക് അറിയാന്ന് പറഞ്ഞ. ഉത്സവം, പൂരം ഇതൊക്കെ പറയും. തൃശ്ശൂരാണ് പൂരമുള്ളത്. ദസറയുടെ ഞമ്മളാടാ ഓർമ്മ വേണം. എന്ന് എനിക്ക് ഓർത്തിരിക്കാൻ ഞാൻ അവിടെ വന്നിട്ടില്ലല്ലോ. ഇനി ഞാൻ അടുത്തൊരു സംഭവം പറയാൻ പോണത്, നിങ്ങൾ എന്നെ പറ്റിയിട്ട് കാസർഗോഡ് ഭാഷയിൽ ഒന്ന് വർണ്ണിച്ചോ. വേഗം വർണ്ണിക്കിട്ടോ. നിങ്ങളെ കാണുമ്പോ ശരിക്കും നമ്മളടുത്ത് ചെമ്പോത്തിന്റെ കണ്ണിനൊക്കെ എന്നെ കണ്ണ്. ചെമ്പോത്ത് നേരത്തെ പറഞ്ഞിട്ട് ചെമ്പോത്ത് ഓർമ്മയില്ല നിങ്ങക്ക്? ചെമ്പോത്തിന്റെ കണ്ണോ? കണ്ണ്. എന്റെ കണ്ണോ? പിന്നെ എന്ത്? കൊച്ചന്റെ മൂക്ക്. കൊച്ചനാ? കൊച്ച കൊക്ക്. അതിന്റെ മൂക്ക്. അല്ല, കൊക്കിന് മൂക്കല്ല, കൊക്കിന്റെ വായില്ലേ, അതാണ്. കൊക്കിന്റെ വായന നമ്മൾ കൊക്ക് എന്ന് പറയാ. അതിന്റെ മൂക്ക്. ഈശ്വരന് ചേട്ടാ എന്തെങ്കിലും നല്ലത് പറയേണ്ടത്. കാണാൻ നല്ല പാങ്ങുണ്ട്, സ്റ്റൈലുണ്ട്. ഈ പാങ്ങാണോ അത്? ഞങ്ങള് മറ്റേ താങ്ങാന്നൊക്കെ കേട്ടിട്ടുണ്ട്. ശരിക്കും നിങ്ങൾ എനിക്ക് താങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, കാണാൻ നല്ല പാങ്ങുണ്ട്. ശരി, നല്ല പാങ്ങുണ്ട്. എല്ലാവർക്കും ചിന്നു പപ്പു എന്ന് പറഞ്ഞിട്ടായിരിക്കും അറിയണ്ടാവല്ലേ. ശരിക്കും അവരുടെ പേര് രേഷ്മ പ്രജ്വലാണ് ഗൈസ്, അല്ലേ? അതെ. ഇനിയിപ്പൊ ഈ വീഡിയോക്ക് ചിലപ്പോ സബ് ടൈറ്റിൽസിന്റെ ആവശ്യം വരും. കാരണം ഈ കുട്ടി പറഞ്ഞതൊന്നും എനിക്കും ഞാൻ പറഞ്ഞ കുട്ടിക്ക് മനസ്സിലാവുന്നില്ല, അല്ലേ? ഇല്ല, അക്കറിയോ? മനസ്സിലാവും അല്ലേ? അപ്പൊ ഇത് കറക്റ്റ് കാസർഗോഡ് ഭാഷയിലാ സംസാരിക്കണേ. അത് എവിടെ വീടപ്പോ? ഞാന് ജനിച്ചതല്ല കർണാടകയില്. അപ്പൊ കർണാടക പിന്നെ എന്തിനാണ് ഇവിടെ വന്നത്? മംഗലം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്ന? അല്ല, ഞാൻ പഠിച്ചത് കേരളത്ത്. അപ്പൊ കേരളത്തിലെ പിള്ളേർക്ക് കന്നഡ അല്ല, നമ്മളവിടെ എല്ലാരും ഇങ്ങനെ ഉണ്ടത്. കാസർഗോട്ടാറെല്ലാം, അതായത് തുളു, കന്നഡ, മറാഠി എല്ലാം മിക്സ് ആയ ഒരു സ്ഥലം. അപ്പൊ എല്ലാരും ഇങ്ങനെ ഉണ്ടെന്നാണ്. എത്ര ഭാഷ അറിയാം? അക്ക് രണ്ട് മൂന്ന്. കന്നഡ, തുളു, മലയാളം. മലയാളം അറിയില്ല. ഇത് മലയാളം, തമിഴ്. അത്ര. പിന്നെ മറാഠി പറഞ്ഞെങ്കിൽ മനസ്സിലാവും. ഒരു ജഗജഗ വില്ലത്തി കില്ലാടിയാണല്ലേ ചേട്ടാ? ചേട്ടാന്ന് വിളിക്കണ പപ്പു. പപ്പു എന്നുള്ള പേര് പ്രജു അല്ല, പപ്പു എന്നുള്ള പേര് നമ്മളൊരു സിനിമയില് കേട്ടിട്ടുണ്ട്. ആണോ? ഇത് രണ്ടുപേരും വെച്ച് നടക്കണേ. 4 ഭാഷ അറിയാൻ 2 പേരുണ്ട്. നിങ്ങൾ ശരിക്കും എല്ലാരും അറിയോ? ഒരു ചിരി ബമ്പർ ചിരിയിലല്ലേ? അപ്പൊ അതിലേക്ക് എങ്ങനെ എത്തണത്? ഈ ഭാഷയും വെച്ച് ആൾക്കാർക്ക് എന്തെങ്കിലും മനസ്സിലായോ? ആണോ? അതെ, ഭാഷയിൽ തന്നെ. അതായത് ഞങ്ങളെ വീഡിയോസ് എല്ലാം നോക്കുന്നവര്. അപ്പൊ അങ്ങനെ നോക്കിട്ട് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അതിൽ പണിയെടുക്കുന്ന എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ഓന് കോണ്ടാക്ട് ആക്കിയത് ഇങ്ങോട്ട്. വർക്ക് ചെയ്യുന്ന ഓന് കോണ്ടാക്ട് ആക്കിട്ട് വിളിച്ചത് അങ്ങോട്ട്.